അജുവിനെ ഇഷ്ടപ്പെടാത്ത കുറേ ആളുകളുണ്ട്. അജുവിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് പണ്ട് തൊട്ട് എന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നവരെ ഇഷ്ടം. എന്നാലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. നല്ല മനുഷ്യൻ. ഒരുതരം വട്ടായിരിക്കാം, പക്ഷെ എനിക്കത് ഇഷ്ടമാണ്. മമ്മൂക്കാനെ ഈ ഇടയ്ക്കൊന്ന് കളിയാക്കിയോ? കളിയാക്കിയതില്ല, എനിക്ക് അങ്ങനെ തോന്നി. മമ്മൂക്കാനെ കളിയാക്കി. അജുവൊക്കെ അത്രയ്ക്കും കുത്തിത്തിരിപ്പ് വന്നില്ലല്ലോ എനിക്ക് തോന്നി. എനിക്ക് തോന്നിയ അജു ഒരു അഹങ്കാരിയായി മാറി മമ്മൂക്കാനെ കളിയാക്കിയായി എനിക്ക് തോന്നിയത്. പക്ഷെ ഭാഗ്യത്തിന് നിങ്ങൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അത് മര്യാദയ്ക്ക് തോന്നിയുള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിൽ കുഴപ്പമില്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? മമ്മൂക്കാനെ കളിയാക്കിയല്ലോ എനിക്ക് തോന്നി. എനിക്ക് ചോദിക്കാതെ ധൈര്യമായിട്ട് ചോദിച്ചു. അതാ ഞാൻ ചോദിച്ചു. അജുന അതിനകത്ത് ദേഷ്യം. എനിക്ക് വിഷം ഉള്ളിൽ ചെന്നാലേ പിന്നെ കണ്ണ് കാണില്ല. ദേഷ്യം വരുന്ന എനിക്ക് ദേഷ്യമല്ല, ഞാൻ പറഞ്ഞു ഇത്രയും പേർക്ക് ഒരു കാര്യം അതിപ്പോ പച്ച കളറാന്ന് തോന്നിയാൽ നിങ്ങൾക്ക് മാത്രം ചുമന്ന കളറാന്ന് തോന്നുന്ന കാര്യമില്ലല്ലോ. ചോദ്യത്തോട് എനിക്ക് വിയോജിപ്പില്ല, പക്ഷെ നിങ്ങളുടെ കാഴ്ചപ്പാടിനോട് എനിക്ക് നല്ല വിയോജിപ്പുണ്ടായി. അജുന ഒരു കളിയാക്കുന്ന രീതിയിൽ എനിക്കെന്താ കളിയാക്കൂടാ? അതെന്റെ സ്വാതന്ത്ര്യമല്ലേ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ആവശ്യമില്ലല്ലോ. അത് നല്ലതെന്ന് എനിക്ക് തോന്നിയാലേ മാനം കൊടുക്കാൻ പറ്റുള്ളൂ. നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നിയില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ? ഭൂരിപക്ഷം പേർക്ക് തോന്നിയെങ്കിൽ ഞാൻ അതിനോടൊപ്പം എടുത്തോളാം. എന്തായാലും കലക്കിട നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. അതിപ്പോ ഏതായാലും ആ ചോദ്യത്തിന്റെ രീതി, ആ ധ്വനിയോട് എനിക്ക് ഒരു വിയോജിപ്പുണ്ട്. കാര്യം അതെന്തോ ഞാൻ എന്തോ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന പോലെ. അല്ല അജു പെട്ടെന്ന് അജുവിന്റെ സംസാര രീതി തന്നെ മാറി പെട്ടെന്ന്. അത് എനിക്ക് മാറാൻ തോന്നി, ചിലപ്പോൾ മാറിയിട്ടുണ്ടാവാം. ഇതൊക്കെയാണ് അജുവിന് ചിലപ്പോൾ അഹങ്കാരം എന്ന് ആളുകൾ പറയുന്നത്. അതിപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഏട്ടാ. എന്തോ ഒരു സന്തോഷക്കുറവ്. അത് നന്നായി കൊണ്ടുവന്ന് തോന്നി. മുഖത്ത് നന്നായി ഉണ്ട്, മുഖത്ത് നന്നായിട്ടുണ്ട് വിഷമം. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല, എനിക്കൊരു വിഷമമില്ല. ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ? എന്റെ അമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതെ. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചാൽ, ഇനി ഒരു കാര്യം ചോദിക്കണ്ട. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്കണം. മമ്മൂക്കായെ കളിയാക്കുന്ന രീതിയിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ അതിൽ നിന്നും ഒരു ഇഞ്ച് പിന്നോട്ട് പോകാത്തതിനാണ് ഞാൻ ഈ ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ പോയി കേസ് ഇടുക, മമ്മൂക്ക എടുത്തും പറ. നിനക്ക് പ്രാന്താളാ പന്നി. എന്നാ ഇന്നത്തെ ഭൂതല സംപ്രേഷണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു.